മാർച്ച് 20 ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ശരിക്കും ഹാപ്പിയാണോ, അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള എക്സൈറ്റ്മെന്റിനെ നിങ്ങൾ ഹാപ്പിനെസ് ആയിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണോ? സന്തോഷം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ സെലിബ്രേഷൻ അല്ല, നമ്മൾ ഓരോ ദിവസവും എങ്ങനെ ജീവിക്കുന്നു എന്നതിലാണ്. പണം ഒരുപാട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സന്തോഷിക്കുമെന്ന് കരുതും, പക്ഷേ നമ്മൾക്ക് വീണ്ടും വേണം. നമ്മൾ ഫോൺ നോക്കി വീഡിയോസ് കണ്ട് എൻ്റർടൈൻമെൻറ്റ്സിൽ പോയിട്ട് നമ്മൾ എൻജോയ് ചെയ്യാമെന്ന് കരുതും, പക്ഷേ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഒരു എംപ്റ്റി ഫീലിംഗ് ആണ്. ഇനി അതും പോട്ടെ, വലിയ വലിയ അച്ചീവ്മെൻറ്റ്സിനായിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കിട്ടിക്കഴിയുമ്പോൾ മനസ്സിലാവും ഇതൊക്കെ കുറച്ച് ദിവസത്തെ എക്സൈറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെയാണ് യുണൈറ്റഡ് നേഷൻസ് ഇങ്ങനെ ഒരു ദിവസം ക്രിയേറ്റ് ചെയ്ത് വെച്ചത്, നമ്മളൊന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സയൻസ് തെളിയിച്ചിട്ടുണ്ട്, ആളുകളെ ഹെൽപ്പ് ചെയ്യുന്ന, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന, മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് കാണുന്നത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, സന്തോഷം എന്ന് പറയുന്നത് ഇങ്ങോട്ട് റിസീവ് ചെയ്യുന്നതിലല്ല, അങ്ങോട്ട് കൊടുക്കുന്നതിലാണ്. സോ ഇന്നത്തെ ദിവസം നമ്മൾക്ക് സന്തോഷത്തെ ശരിയായ രീതിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്യാം. നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളതിലേക്കൊന്ന് ഫോക്കസ് ചെയ്യാം. ഫീൽ ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾക്കകത്തുള്ള കൈൻഡ്നെസ് പുറത്തു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഒരാളെ ഹെൽപ്പ് ചെയ്യുക, ഒരു ചാരിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പ്രിയപ്പെട്ട ആളെ കോൾ ചെയ്യുക. ലാസ്റ്റായിട്ട് ഒരു റിമൈൻഡറായിട്ട് പറയാനുള്ളത്, സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ കാത്തിരുന്ന് നേടിയെടുക്കാനുള്ളതല്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്, നമ്മൾക്കകത്തുള്ളതിൽ നിന്ന് കണ്ടെത്തേണ്ടതാണ്.